Hello everyone, welcome to this video. So, ഈ ഒരു പ്ലേലിസ്റ്റിൽ ഞാനൊരു പുതിയൊരു സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ പ്രൊപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊപ്പോസിഷണൽ ലോജിക്. So before we start, if you are watching this channel for the first time, please subscribe to this channel and also don't forget to click the bell icon so that you will get instant notification whenever a new video is added onto this channel. Okay, so we are going to discuss about propositional logic. So propositional logic എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പൊതുവെ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നൊരു സബ്ജക്റ്റാണ്. സോ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ഈസ് എ കോർ സബ്ജക്റ്റ് ഓഫ് തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ്. അതായത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസിൽ വരുന്ന ഒരു കോർ സബ്ജക്റ്റാണ്. സോ ഇത് തിയറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നോർമലി നമ്മൾ ബാക്കിയുള്ള സബ്ജക്ട്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആയാലും ഇവിടെയൊക്കെ നമ്മൾ ഡയറക്റ്റ് പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഇതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡയറക്റ്റ് പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ആയാലും അവിടെ നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, നെറ്റ്വർക്കിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്താണ്. അപ്പോൾ ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് മോർ ഓർ ലെസ് ദാറ്റ് ഈസ് വാട്ട് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ, അല്ലെങ്കിൽ അത് ഒക്കെ എന്താണ് ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ്. അതേസമയം ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു തിയററ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്. ഇതൊരു അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നൊരു സബ്ജക്റ്റ് അല്ല. ബട്ട് ഇൻസ്റ്റഡ് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അവർ സബ്ജക്റ്റ് ഈസ് കമ്പ്യൂട്ടർ സയൻസ്. Then why we require such a mathematical concept? പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് പഠിക്കുന്നത്? The reason is that discrete mathematics provides us some mathematical models. അത് കുറച്ച് മാത്തമാറ്റിക്കൽ മോഡൽസ് അല്ലെങ്കിൽ അതിനുള്ള ടൂൾസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. Okay, so it is related to theoretical computer science and discrete mathematics നമുക്ക് എന്ത് ചെയ്യുന്നു, കുറച്ച് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഈ ടൂൾസ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിലെ ഡിഫറെൻറ്റ് ഏരിയാസിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ ഗുഡ് വെയിറ്റേജ് ഇൻ ജനറൽ ലൈക്ക് എക്സാമിനേഷൻസ് ലൈക്ക് UGC നെറ്റ്, ഗേറ്റ് എറ്റ്സെട്ര പോലെയുള്ള എക്സാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല വെയിറ്റേജ് ഉള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. ഓക്കെ, സോ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പ്രൊപ്പോസിഷണൽ ലോജിക്കിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ദീസ് ആർ സം ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ആണ്. ദാറ്റ് ഈസ് സെറ്റ് തിയറി, റിലേഷൻസ്, ഫങ്ഷൻസ്, ഗ്രൂപ്പ് തിയറി, പ്രൊപ്പോസിഷൻസ് ആൻഡ് ഗ്രാഫ് തിയറി. സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊപ്പോസിഷൻസിനെ പറ്റിയിട്ടാണ്. സോ പ്രൊപ്പോസിഷൻസ് അല്ലാതെ ഇത്രയും ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ഇത്രയും ഡിസ്ക്രീറ്റ് മോഡൽസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ സെറ്റ് തിയറി എന്ന് പറയുന്നത് നമുക്കറിയാം, സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. സോ സെറ്റ് തിയറി ഇസ് എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. അതുപോലെ തന്നെ സെറ്റ് തിയറി എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഒരു മാപ്പിങ്ങിനെയാണ് പൊതുവേ നമ്മൾ റിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി റിലേഷനിൽ തന്നെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിലേഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് ഫങ്ഷൻസ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ വി ഹാവ് ഗ്രൂപ്പ് തിയറി, ദെൻ വി ഹാവ് പ്രൊപ്പോസിഷൻസ് ആൻഡ് ഗ്രാഫ് തിയറി. സോ ദീസ് ആർ സം സബ്ജക്ട്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതൊക്കെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട്സിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സ്റ്റഡി ഓഫ് ഓൾ ദീസ് കമ്പോണൻസ്. ഇത്രയും കമ്പോണൻസിൻ്റെ ഒരു സ്റ്റഡിയാണ് പൊതുവേ നമ്മൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്.
സോ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല, ബട്ട് അതെന്താണ്, ഒരു തിയററ്റിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇവിടെ നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ടൂൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ പ്രപ്പോസിഷൻസ്, വാട്ട് ഇസ് മീൻ ബൈ പ്രപ്പോസിഷൻസ്? എന്താണ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്? അപ്പോൾ പ്രപ്പോസിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മാത്തമാറ്റിക്കൽ ലോജിക്. എന്താണ് മാത്തമാറ്റിക്കൽ ലോജിക് എന്ന് പറഞ്ഞാൽ? ഓക്കെ, സോ ലോജിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വി യൂസ് ലോജിക് ദാറ്റ് കൺസിഡർ, അല്ലെങ്കിൽ ലോജിക് ഈസ് ദ ഡിസിപ്ലിൻ ദാറ്റ് കൺസിഡർ ദ മെത്തേഡ് ഓഫ് റീസണിങ്. റീസണിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലോജിക് എന്ന് പറഞ്ഞാൽ? ലോജിക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ഡിറ്റർമൈനിങ് ആൻ ആർഗ്യുമെൻറ്റ് ഈസ് വാലിഡ് ഓർ നോട്ട്. ഒരു ആർഗ്യുമെൻറ്റ് വാലിഡ് ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്ന കുറച്ച് റൂൾസ് ആൻഡ് ടെക്നിക്സിനെയാണ് നമ്മൾ റൂൾസ് ആൻഡ് ടെക്നിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻ എവറിഡേ ലൈഫ് വി യൂസ് റീസണിങ് ടു പ്രൂവ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ റീസണിങ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ടു പ്രൂവ് ദാറ്റ് വി ഹാവ് പാസ്ഡ് ദി എക്സാമിനേഷൻ വി വിൽ ഷോ അവർ സ്കോർ കാർഡ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം എന്തെങ്കിലും പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി യൂസ് റീസണിങ്. അതേപോലെ സിമിലർലി to prove something in mathematics and computer science we use what? Mathematical logic, or simply we can say logic. അതായത് മാത്തമാറ്റിക്സ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും നമ്മൾ ലോജിക്ക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ലോജിക്കാണ് റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മാത്തമാറ്റിക്സിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, മാത്സിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാത്തമാറ്റിക്കൽ ലോജിക് ഉപയോഗിക്കും, അല്ലെങ്കിൽ വി ക്യാൻ സേ ലോജിക് ഉപയോഗിക്കും. അപ്പോൾ ലോജിക് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യും. അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ സേ ദാറ്റ് ഈസ് എ തിയറം എന്ന് പറയും. ഓക്കെ, സോ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതുപോലെയുള്ള റിസൾട്ട്സിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് മാത്തമാറ്റിക്കൽ ലോജിക്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വി യൂസ് വാട്ട്? വി യൂസ് മാത്തമാറ്റിക്കൽ ലോജിക്, അല്ലെങ്കിൽ വി യൂസ് ലോജിക് ടു പ്രൂവ് ദി കറക്റ്റ്നെസ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ കറക്റ്റ്നെസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു ലോജിക്. ഓക്കെ, സോ ലോജിക് എന്ന് പറയുന്നത് നമ്മൾ റീസണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. ലോജിക് എന്ത് ചെയ്യുന്നു? ഇറ്റ് പ്രൊവൈഡ്സ് സം റൂൾസ് ആൻഡ് ടെക്നിക്സ്, അല്ലേ? ഒരു ആർഗ്യുമെൻറ്റ് വാലിഡ് ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് റൂൾസ് ആൻഡ് ടെക്നിക്സിനെയാണ് നമ്മൾ പൊതുവെ ലോജിക് എന്ന് പറയുന്നത്. സോ മാത്തമാറ്റിക്കൽ ലോജിക് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നതാണ് ഫോർ റീസണിങ് പർപ്പസ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് പ്രപ്പോസിഷണൽ ലോജിക്? സോ മാത്തമാറ്റിക്കൽ ലോജിക് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് പ്രപ്പോസിഷണൽ ലോജിക്? പ്രപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോജിക് ദാറ്റ് ഡീൽസ് വിത്ത് പ്രപ്പോസിഷൻസ്. പ്രപ്പോസിഷൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന ലോജിക്കിനെയാണ് പ്രപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രപ്പോസിഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രപ്പോസിഷണൽ ലോജിക് എന്ന് പറഞ്ഞാൽ പ്രപ്പോസിഷൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന ലോജിക്കാണ്. സോ ഈ ഒരു ലോജിക്ക് ഡെവലപ്പ് ചെയ്തത് ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിലാണ്. ഇനി നമ്മൾ പറഞ്ഞു പ്രപ്പോസിഷൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന ലോജിക്കിനെയാണ് പ്രപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് മീൻ ബൈ പ്രപ്പോസിഷൻസ്? സോ പ്രപ്പോസിഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് എ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ദാറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ് ആൻഡ് നോട്ട് ബോത്ത്. അതായത് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അതിനെ സ്റ്റേറ്റ്മെൻറ്റ് എന്നും പറയാം, that is a declarative statement that is either true or false. അതായത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഇനി എന്താവരുത്? ഇത് രണ്ടും ആവരുത്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ,
Delhi is the capital of India. We know that this statement is a true sentence. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഒന്നുകിൽ ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ അതെന്തായിരിക്കണം? ഫാൾസ് ആയിരിക്കണം. ഇത് രണ്ടുമല്ലാതെ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു സംഭവം വരരുത്. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അനദർ എക്സാമ്പിൾ, 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 11. വി നോ ദാറ്റ് ദിസ് ഈസ് എ ട്രൂ സെൻറ്റൻസ്. സോ ഇതും എന്താണ്? ഒരു പ്രൊപ്പോസിഷൻ ആണ്. ആപ്പിൾസ് ആർ ബ്ലാക്ക്. This is another proposition. Temperature is less than 10 degrees Celsius. Another proposition. 4 is not an integer. നമുക്കറിയാം 4 is not an integer എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിക്കോസ് 4 is an integer. അതുകൊണ്ട് തന്നെ ഇത് ഫാൾസ് ആണ്. അപ്പോൾ ട്രൂ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, ഫാൾസ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റും എന്ത് തന്നെയാണ്? പ്രൊപ്പോസിഷൻ തന്നെയാണ്. സോ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ബോത്ത്. രണ്ടും ആവാൻ പാടില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ സീ സം എക്സാമ്പിൾസ് ദാറ്റ് ആർ നോട്ട് പ്രൊപ്പോസിഷൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് കൺസിഡർ ചെയ്യുക. റീഡ് ദിസ് കെയർഫുള്ളി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നൈദർ ട്രൂ നോർ ഫാൾസ്. ഇത് ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല, ഫാൾസും ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദിസ് ഇസ് നോട്ട് എ പ്രൊപ്പോസിഷൻ. ഇതെന്തല്ല? പ്രൊപ്പോസിഷൻ അല്ല. ഇനി മറ്റൊന്നാണ് ഹൗ ആർ യു ഡൂയിങ്. ഹൗ ആർ യു ഡൂയിങ്. സോ ഇതിന് നമുക്കൊരു ട്രൂ ഫാൾസ് പറയാൻ പറ്റില്ല. സോ ദിസ് ഈസ് ഓൾസോ നോട്ട് എ പ്രൊപ്പോസിഷൻ. ഇനി അടുത്തത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെഡ്. ഇനി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെഡ് എന്ന് പറഞ്ഞാൽ മേ ബി ചിലപ്പോൾ എന്താവാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെഡ് ആവാം. പക്ഷേ നമുക്കത് ഒരിക്കലും ഇപ്പോൾ പറയാൻ പറ്റില്ല. എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ സെഡ് കിട്ടുമെന്നുള്ളത്. ഓക്കെ, സോ only if we get the value of x and y, x, y and z, then only we can say that whether this is a true or false statement. So this is not a proposition. ഇത് എന്തല്ല? ഒരു പ്രൊപ്പോസിഷൻ അല്ല. സോ പ്രൊപ്പോസിഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോസിഷൻ or we can say a statement is a declarative sentence that is either true or false and not both. ഇത് രണ്ടും വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് പ്രൊപ്പോസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. So propositions are generally denoted by small letters like P, Q, R, etc. and capital letters like P, Q, R, etc. Okay, small letters P, Q, R, S അങ്ങനെയുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? പ്രൊപ്പോസിഷൻസിനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. P is the proposition. Delhi is the capital of India. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. Q is the proposition. 5 less than or equal to 11. ഇനി നമുക്ക് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. R is the proposition. Apples are black. അല്ലെങ്കിൽ നമുക്ക് ഇതിന് പകരം സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കാം. സ്മോൾ ലെറ്റർ P is the proposition. Temperature is less than 10 degrees Celsius. ഇനി നമുക്ക് വേണമെങ്കിൽ സ്മോൾ ലെറ്റർ Q ഉപയോഗിക്കാം. Q is the proposition. 4 is not an integer. അപ്പോൾ സ്മോൾ ലെറ്ററും ഉപയോഗിക്കാറുണ്ട്, ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉപയോഗിക്കാറുണ്ട്. ഇനി ഇവിടെ നമ്മളൊരു കാര്യം പറയുന്നത് ടിയും എഫും നമ്മൾ ഉപയോഗിക്കാറില്ല. ടി, എഫ് ഈ രണ്ട് സിമ്പിൾസ് നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം ടിയും എഫും നമ്മൾ വേറെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്ന സമയത്ത് ട്രൂ ഫാൾസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടിയും എഫും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യാത്തത്. Okay, so propositions are generally denoted by using small letters and capital letters. രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊപ്പോസിഷൻസിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് പ്രൊപ്പോസിഷൻസ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊപ്പോസിഷൻ അല്ല. ഫോർ എക്സാമ്പിൾ, ഒരു കമാൻഡ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ, അല്ലെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു പ്രെഡിക്കേറ്റ് ഓർ പ്രൊപ്പോസിഷൻ ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും എന്തല്ല? ദേ ആർ നോട്ട് പ്രൊപ്പോസിഷൻസ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും പ്രൊപ്പോസിഷൻസ് അല്ല. ഓക്കെ, സോ കമാൻഡ്, ഫോർ എക്സാമ്പിൾ ക്ലോസ് ദ ഡോർ. ക്ലോസ് ദ ഡോർ എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. അപ്പോൾ അതെന്തല്ല? പ്രൊപ്പോസിഷൻ അല്ല. അപ്പോൾ എന്ത് കമാൻഡ് ആയാലും അതെന്തല്ല? പ്രൊപ്പോസിഷൻ അല്ല. സോ ഹിയർ നമുക്ക് ഒരു ട്രൂ അല്ലെങ്കിൽ ഫാൾസ് വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെന്തല്ല? ഒരു പ്രൊപ്പോസിഷൻ അല്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡു യു സ്പീക്ക് ഫ്രഞ്ച്?
ഇതൊരു ട്രൂ ഫാൾസ് ആയിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇതും എന്തല്ല, ദിസ് ഈസ് ഓൾസോ നോട്ട് എ പ്രപ്പോസിഷൻ. അടുത്തതാണ് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്ന സെന്റൻസ്. ഫോർ എക്സാമ്പിൾ, വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്തല്ല, ഒരു പ്രപ്പോസിഷൻ അല്ല. ഇനി ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഐ ഓൾവേസ് ടെൽ ലൈ. അപ്പോൾ ഇതൊരു ഐ ഓൾവേസ് ടെൽ ലൈ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എൻ ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റ്മെന്റ്. സോ വി കനോട്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ ഓർ ഇറ്റ് ഈസ് ഫാൾസ്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ പ്രപ്പോസിഷൻ. ഇനി മറ്റൊന്നാണ് പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, പി ഓഫ് എക്സ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് എക്സ് പ്ലസ് 3 ഈക്വൽ ടു 5. ഇനി നമുക്ക് പറയാം എക്സിന്റെ വാല്യൂ 2 ആണെങ്കിൽ ഇതെന്താണ്, 2 + 3 = 5 ആണ്. ഇനി എക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇത് ഈക്വൽ ആണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. എക്സ് 2 ആണെങ്കിൽ ഓക്കെ, ഇത് ഈക്വൽ ആണ്, 2 + 3 = 5 ആണ്. പക്ഷേ എക്സ് 2 അല്ലെങ്കിൽ എന്തല്ല, അത് ഈക്വൽ അല്ല. സോ ഇങ്ങനെ ഒരു കേസ് എന്ന് പറയുന്ന ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്ന ഒരു കേസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പ്രെഡിക്കേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ഫംഗ്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എന്തല്ല, ദേ ആർ നോട്ട് പ്രപ്പോസിഷൻസ്. സോ വെനെവർ വി ആർ ഇൻ ഡൗട്ട്, ദാറ്റ് ഈസ് നോട്ട് എ പ്രപ്പോസിഷൻ. ഇവിടെ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഈക്വൽ ആണോ അല്ലേ എന്നുള്ളത്. ബിക്കോസ് ഇവിടെ പി ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. സോ എക്സിന്റെ വാല്യൂവിനനുസരിച്ച് എന്ത് ചെയ്യും, ദാറ്റ് വിൽ ചേഞ്ച്. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് എ പ്രപ്പോസിഷൻസ്. സോ propositions can be divided into two types. Propositions നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് atomic propositions and compound propositions. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് atomic proposition. Propositions that cannot be divided further are called atomic. അല്ലേ, atomic എന്ന് പറയുന്ന വേർഡ് തന്നെയുണ്ട്. atomic എന്ന് പറഞ്ഞാൽ that cannot be divided further. ഇനി അതിനെ ചെറുതാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രപ്പോസിഷൻസിനെയാണ് atomic propositions എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്രപ്പോസിഷൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും പ്രപ്പോസിഷൻസിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ആറ്റോമിക് പ്രപ്പോസിഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, ലൈക്ക് പി ക്യു ആർ എസ് എക്സെട്ര. ഫോർ എക്സാമ്പിൾ, ആറ്റോമിക് പ്രപ്പോസിഷൻസിന് എക്സാമ്പിൾ ആണ് P is the atomic proposition, sun rises in the east. അല്ല, ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതുകൊണ്ട് തന്നെ ഇതൊരു പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, ഇനി ഇത് ആറ്റോമിക് ആണ് ബിക്കോസ് ഇവിടെ ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി ഡിവൈഡഡ് ഫർദർ. അതുപോലെ തന്നെ വേറൊരു ആറ്റോമിക് പ്രപ്പോസിഷൻ ആണ് സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ആർ എന്ന് പറയുന്ന വേറൊരു പ്രപ്പോസിഷൻ ആണ് ആപ്പിൾസ് ആർ റെഡ്, എസ് ഗ്രേപ്സ് ആർ ഗ്രീൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രപ്പോസിഷൻസിനെയാണ് ആറ്റോമിക് പ്രപ്പോസിഷൻ എന്ന് പറയുക. ഇനി അടുത്ത കോമ്പൗണ്ട് പ്രപ്പോസിഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണ് രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്നുള്ളത്. സോ വാട്ട് ഈസ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ? കോമ്പൗണ്ട് പ്രപ്പോസിഷൻസ് ആർ ദ പ്രപ്പോസിഷൻസ് ദാറ്റ് ആർ ഫോംഡ് ബൈ കമ്പൈനിങ് വൺ ഓർ മോർ ആറ്റോമിക് പ്രപ്പോസിഷൻ. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രപ്പോസിഷൻസിനെയാണ് ആറ്റോമിക് എന്ന് പറയുക. ഇനി ഒന്നോ അതിൽ കൂടുതലോ ആറ്റോമിക് പ്രപ്പോസിഷൻസിനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രപ്പോസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി ഒന്നോ അതിൽ കൂടുതലോ ആറ്റോമിക് പ്രപ്പോസിഷൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? കണക്റ്റീവ്സ് ഉപയോഗിച്ചിട്ടാണ്. അല്ലേ, രണ്ടെണ്ണത്തിനെ കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണം. അങ്ങനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെയാണ് നമ്മൾ കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണക്റ്റീവ്സ് ഉപയോഗിച്ചിട്ട് ഒന്നോ അതിൽ കൂടുതലോ ആറ്റോമിക് പ്രപ്പോസിഷൻസിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന പ്രപ്പോസിഷനെയാണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ്, in other words, we can say that proposition that contain some connectives are called compound proposition. അപ്പോൾ കണക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രപ്പോസിഷനെയാണ് എന്ത് പറയുന്നത്, കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഇവിടെ നമ്മൾ കോമ്പൗണ്ട് പ്രപ്പോസിഷനെ ഡിനോട്ട് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ആറ്റോമിക് പ്രപ്പോസിഷനെ ഡിനോട്ട് ചെയ്യാൻ സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഇനി കോമ്പൗണ്ട് പ്രപ്പോസിഷനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രപ്പോസിഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റലും സ്മോളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനി ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? സ്മോൾ ലെറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ആറ്റോമിക് പ്രപ്പോസിഷനെ ഡിനോട്ട് ചെയ്യാനാണ്. ഇനി ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് കോമ്പൗണ്ട് പ്രപ്പോസിഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് പറഞ്ഞു കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ടാവും, കണക്റ്റീവ് ഉണ്ടാവും. അപ്പം കുറേ നേരമായി കണക്റ്റീവിനെ പറ്റി പറയുന്നു. സോ വാട്ട് ഈസ് എ കണക്റ്റീവ്?
സോ നമുക്ക് നോക്കാം കണക്റ്റീവ് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ഒരു എക്സാമ്പിൾ ആണ് പി എന്ന് പറയുന്ന കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ക്യാപിറ്റൽ ലെറ്റർ പി വെച്ച് ഡിനോട്ട് ചെയ്തു സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് ഇവിടെ ആൻഡ് എന്ന് പറയുന്ന കണക്റ്റീവ് നമ്മൾ എന്ത് ചെയ്തു യൂസ് ചെയ്തു സോ ദിസ് ആൻഡ് ഈസ് എ കണക്റ്റീവ് ആൻഡ് ഈസ് എ കണക്റ്റീവ് സോ ആൻഡ് എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ഉണ്ട് ഓർ എന്ന് പറയുന്ന കണക്റ്റീവ് ഉണ്ട് നോട്ട് എന്ന് പറയുന്ന കണക്റ്റീവ് ഉണ്ട് സോ ഇതുപോലെ കുറച്ച് കണക്റ്റീവ്സ് ഉണ്ട് സോ വി വിൽ ലേൺ അബൌട്ട് കണക്റ്റീവ്സ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഓക്കെ സോ കണക്റ്റീവുകൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻസിനെയാണ് നമ്മൾ കോമ്പൗണ്ട് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് കണക്റ്റീവ്സ് ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനെയാണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഓൾറെഡി സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആറ്റോമിക് പ്രൊപ്പോസിഷൻ ആണ് സൺ റൈസസ് ഇൻ ദ വെസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ആറ്റോമിക് പ്രൊപ്പോസിഷൻ ആണ് അപ്പോൾ ഈ രണ്ട് ആറ്റോമിക് പ്രൊപ്പോസിഷനെയും കൂടെ ആൻഡ് എന്ന് പറയുന്ന കണക്റ്റീവ് വെച്ച് നമ്മൾ കണക്ട് ചെയ്തു അപ്പോൾ കിട്ടുന്ന ഈ ഒരു പി എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷനെയാണ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആപ്പിൾസ് ആർ റെഡ് ഗ്രേപ്സ് ആർ ഗ്രീൻ രണ്ട് ആറ്റോമിക് പ്രൊപ്പോസിഷൻ ആണ് ആൻഡ് വെച്ച് കണക്ട് ചെയ്തു ദെൻ വി വിൽ ഗെറ്റ് എ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ ദാറ്റ് ഈസ് ക്യൂ സോ അതാണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആറ്റോമിക് പ്രപ്പോസിഷൻ കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ഇങ്ങനെ രണ്ട് ടൈപ്പ് പ്രപ്പോസിഷൻസ് ആണുള്ളത് സോ ആറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്താണ് സിമ്പിളായിട്ട് ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കണക്റ്റീവ്സ് ഉണ്ടാവും അപ്പോൾ കണക്റ്റീവ്സ് ആയിട്ട് നമുക്ക് ആൻഡ് ഓർ നോട്ട് ഇങ്ങനെ കണക്റ്റീവ്സ് ആണുള്ളത് എന്താണ് കണക്റ്റീവ്സ് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് വി വിൽ സ്റ്റഡി സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പ്രപ്പോസിഷനെ പറ്റിയിട്ടാണ് സോ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് ദാറ്റ് ഈസ് ഐദർ ട്രൂ ഓർ ഫാൾസ് ആൻഡ് നോട്ട് ബോത്ത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരാൻ പാടില്ല ഒന്നുകിൽ ട്രൂ ആവണം അല്ലെങ്കിൽ ഫാൾസ് ആവണം അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രൊപ്പോസിഷണൽ ലോജിക്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് സോ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ പ്രൊപ്പോസിഷണൽ ലോജിക് ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഇഫ് യു ഹാവൻ സബ്സ്ക്രൈബ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ഓൾസോ പ്ലീസ് ഷെയർ ദ വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് സോ താങ്ക് യു സോ മച്ച്